ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ബേട്ടി വ്ളോഗ്സ്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഈ ബേട്ടി വ്ളോഗ്സ് എന്ന്. ബേട്ടി വ്ളോഗ്സ് എന്ന് പേര് വരാൻ കാരണം എൻ്റെ ഇൻസ്റ്റാ ഐ ഡി പൂജ ബേട്ടി എന്നാണ്. ഹിന്ദിയിൽ പൂജ ബേട്ടി എന്നുണ്ടല്ലോ, അപ്പോൾ അതൊരു വെറൈറ്റിക്ക് പൂജ ബേട്ടി എന്നാക്കി. ബേ എന്ന് വെച്ചാൽ ഗേൾ ഫ്രണ്ട്. അങ്ങനെ ഇപ്പം അതിൻ്റെ മീനിങ് പലതും പറയുന്നുണ്ട്, ബട്ട് ഇനിഷ്യലി നമ്മളൊക്കെ ബിലീവ് ചെയ്തിരുന്ന ആ ഒരു മീനിങ് അതാണ്. അങ്ങനെ ബേട്ടി വ്ളോഗ്സ് അതിൽ നിന്നാണ് ഉണ്ടായത്. അപ്പോൾ എന്തായാലും ഇന്ന് എൻ്റെ ഒരു ഗേൾ ഫ്രണ്ട് വരുന്നുണ്ട്, രച്ചുമോൾ. എൻ്റെ പഴയ വ്ളോഗിലൊക്കെ ഉണ്ട്, കല്യാണ വ്ളോഗിൽ എല്ലാത്തിലും നമുക്ക് കാണാം. എൻ്റെ സ്കൂൾ ബെസ്റ്റിയാണ്. അപ്പോൾ രാവിലെ മുതൽ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ഞാൻ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അതിൻ്റെ കുറച്ച് പണി ഇവിടെ നടക്കുന്നു. പിന്നെ റൈസ് റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ലുക്കില്ല ഗൈസ്. എപ്പോഴും ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ശ്രമിക്കും, അത് പിന്നെ വേറെ എന്തോ റൈസായി പോവും. പക്ഷേ അത്യാവശ്യം സഹിക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇന്ന് അത്ര അങ്ങോട്ടായില്ല, എന്നാലും സഹിക്കാൻ പറ്റുന്നൊരു ഫ്ലേവറുണ്ട്. എപ്പോഴും അതെ, ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ശ്രമിച്ചത് വേറൊരു റൈസായി പോവും. ആക്ച്വൽ ഫ്രൈഡ് റൈസ് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, പറ്റിയിട്ടില്ല. അപ്പോൾ ശരി, രച്ചുമോളിപ്പോൾ ഊബർ കയറിയെന്ന് പറഞ്ഞു, ഇപ്പോൾ എത്തും. അപ്പോൾ നമ്മൾ ലിഫ്റ്റിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യുക. രച്ചുമോളിപ്പോൾ എത്തും. ബാവ കരഞ്ഞപ്പോൾ ഞാൻ ഇങ്ങ് എടുത്തോണ്ട് വന്നു. രച്ചുമോള് ലിപ്സ്റ്റിക് ഇട്ടില്ല, അതിന്റെ വിഷമം. രച്ചുമോൾ ആ നഖം കാണിച്ചു കൊടുക്കും. നിങ്ങൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ലിപ്സ്റ്റിക് ഇല്ല, ഇത് ഗൈസ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇപ്പൊ മനസ്സിലായല്ലോ, ഇതാണ് രച്ചുമോൾ. എല്ലാവർക്കും മനസ്സിലായില്ലേ? സ്ഥിരം കാണുന്ന 5 പേർക്ക് എന്തായാലും മനസ്സിലായി കാണും. ഏതോ 5 പേരെങ്കിലും കാണാറുണ്ടാവും സ്ഥിരമായിട്ട്. അപ്പോൾ ഞാൻ ചിക്കൻ കറി കംപ്ലീറ്റ് ആക്കിയില്ല, ബാക്കി രച്ചുമോള് വെക്കുന്നു തോന്നുന്നു. ചിരിക്കും. ഇപ്പോൾ രച്ചുമോളുടെ കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ പുതുപ്പെണ്ണാണ്. എനിക്ക് പോകാൻ പറ്റിയില്ല, അതിൽ വിഷമം ഉണ്ടല്ലോ അല്ലേ രച്ചുമോൾക്ക്? രച്ചുമോളുടെ താലി ഞാൻ കാണിച്ചു തരാം, നല്ല ഭംഗിയാണ്. വെറൈറ്റി. രച്ചുമോൾ എങ്ങനെയുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ജീവിതം? അങ്ങനെ ചിക്കൻ കറിയും ഫ്രൈഡ് റൈസ് പോലത്തെ റൈസും റെഡി ആയിട്ടുണ്ട്. ആക്ച്വലി റൈസ് അഡ്ജസ്റ്റ് ചെയ്യാം, എന്നാലും കറി നന്നായിട്ടുണ്ട്. പക്ഷെ ഇവരാരും അത് പറയില്ല കേട്ടോ, നോക്കിക്കോ ഗൈസ്. നമുക്കിനി ഇവരോട് അഭിപ്രായം ചോദിക്കാം. രച്ചുമോൾ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. ഓണസ്റ്റ് റിവ്യൂ പറയണേ. നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കട്ട് ചെയ്യൂട്ടാ. ഇവിടെന്നെങ്കിലും കിട്ടുമോ നോക്കാം. ഓണസ്റ്റ് റിവ്യൂ അവിടെ പ്രഭു അല്ല പറ, ശരിക്കും ഓണസ്റ്റ് റിവ്യൂ പറഞ്ഞേ. കുറച്ചെങ്കിലും ഓണസ്റ്റ് കാണിക്കേ. നല്ല ജ്യൂസി ആൻഡ് ടെൻഡർ ആയിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. പൂജയുടെ വൈറൽ ചിക്കൻ തന്നെ മുക്കി വിടുന്നേ. ലാസ്റ്റ് ബൈറ്റ് അല്ല, ലാസ്റ്റ് ബൈറ്റ് കൊള്ളാന്ന് ഒരു വാക്ക് അല്ലേ പറഞ്ഞ. നന്നായിട്ട് ഒരു തവണ രച്ചുമോള് പറയുള്ളൂ. ഫ്രണ്ടിന്റെ വീട്ടില് മമ്മിക്കുണ്ട് സെയിം എടുത്തോ ഗൈസ്. രച്ചുമോള് വീട്ടിൽ പോവാ, അല്ല കല്യാണത്തിന് പോവാ. ഇവിടെ ടാറ്റ പറയാം, ഞങ്ങൾ കൂടെ ഒരു പിക്കും കൂടി എടുത്തേക്കുന്നു. കുഞ്ഞുമണി ഉറങ്ങിപ്പോയി. ബൈ ബൈ. നാട്ടിൽ വരുമ്പോ പറയും. ഞാനാണെങ്കിൽ
രച്ചുമുക്കൊന്നും ഇപ്പോൾ രച്ചുമോള് കുറേ വിശേഷമൊക്കെ പറഞ്ഞ് ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോയി. ആ ഫ്രണ്ടിൻ്റെ കല്യാണമാണ് നാളെ. ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് വാവയ്ക്ക് വേണ്ടിയിട്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞ് അൺബോക്സ് ചെയ്യാം. ഇത് ഞാൻ ആമസോണിൽ നോട്ടം ഇട്ട് വെച്ചിരുന്ന സാധനമായിരുന്നു. കറക്റ്റ് അത് തന്നെ വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ ഞാൻ ഇതൊക്കെ അറേഞ്ച് ചെയ്തു. വാവയ്ക്ക് എന്തായാലും ഇഷ്ടമായി എന്നാണ് തോന്നുന്നത്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ബൈ.